നാലാം ദിവസത്തിലൂടെ കടന്നു പോകുന്ന നിവിൻ പോളി ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ മാജിക് ഫ്രെയിംസും അതുപോലെ നിവിൻ പോളിയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 8,26,00,000 രൂപയാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് 2 ദിവസത്തെ കളക്ഷനായിട്ട് അവർ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചിത്രത്തിന് 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ അത്രയും കളക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടത് തന്നെയാണ്. അതൊരു വെറും ഒരു പ്രൊമോഷൻ ഫിഗർ മാത്രമായിരിക്കാനാണ് സാധ്യത. ആദ്യ ദിവസം ചിത്രത്തിന് വേൾഡ് വൈഡ് 4.5 കോടിയോളം രൂപ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഡേയിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ 50% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 4ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഇപ്പോൾ ഈ ഒരു സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് അവസാനത്തെ ഒരു മണിക്കൂറിൽ 1500 അടുത്ത് ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. 3000 മുകളിൽ ടിക്കറ്റ്സുകളാണ് ആവേശം എന്ന ചിത്രത്തിൻ്റെത് ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആവുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ ആവേശം എന്ന് പറയുന്ന സിനിമ മാറ്റി നിർത്തിയാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൻ്റെത് തന്നെയാണ്. ഇന്നലെ തിയേറ്ററിലെത്തിയ നിവിൻ പോളി സിനിമയാണല്ലോ നടികർ. ആ ഒരു സിനിമയെ വരെ പിന്നിലാക്കാൻ 4 ദിവസം മുന്നേ റിലീസായ നിവിൻ പോളി ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന് സാധിച്ചു. ചിത്രം തിയേറ്ററിൽ ഹിറ്റ് ആവാൻ സാധ്യതയുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.